ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലുമൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രസകരമായ കാർട്ടൂൺ ക്ലിപ്പുകൾ നിർമ്മിച്ചാലോ? നിങ്ങളുടേതായ ഇഷ്ടാനുസരണം ഡബ്ബിങ് കൊടുത്ത് മലയാളത്തിൽ തന്നെ നല്ല രസകരമായിട്ടുള്ള കാർട്ടൂണുകൾ ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു തരത്തിൽ കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടിയാണ്. നമുക്ക് കൂടുതൽ മെനക്കേടൊന്നുമില്ല. ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കാം, എന്നിട്ട് നമ്മുടേതായ ഡബ്ബിങ് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം, കഥാപാത്രങ്ങളുടെ പൊസിഷൻ, റിയാക്ഷൻ ഒക്കെ നമുക്ക് മാറ്റിയിട്ട് രസകരമായ കാർട്ടൂണുകൾ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോറിൽ ട്വിൻ ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ലഭിക്കും. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ആദ്യം ആപ്ലിക്കേഷൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ഇംഗ്ലീഷ് തന്നെയാണല്ലോ വേണ്ടത്. ഇനി ഡൺ എന്ന ബട്ടൺ കൊടുക്കുക. ഏത് ഭാഷയിലുള്ള കാർട്ടൂണാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മലയാളമായതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാം. ഇതിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ആ ക്രിയേറ്റ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡ് വേണോ അല്ല ലാൻഡ്സ്കേപ്പ് മോഡ് വേണോ, ഏതിലാണ് നിങ്ങൾക്ക് കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പോർട്രേറ്റ് മോഡാണ് വേണ്ടത്. ജസ്റ്റ് ആ പോർട്രേറ്റ് മോഡിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് നിരവധി കാർട്ടൂണുകൾ കാണാം. ഈ കാർട്ടൂണുകളിൽ നമുക്കിവിടെ ഒന്നും എഴുതാത്തതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആഡ് എന്ന് കാണാം. അത് നമ്മൾ പരസ്യങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് അൺലോക്ക് ആവുകയുള്ളൂ. അത് 2 പരസ്യങ്ങൾ കാണേണ്ടതുണ്ട്, സിംഗിൾ പരസ്യം കാണേണ്ടതുണ്ട്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റാർ ഉള്ളത് കാണാം. ഈ സ്റ്റാർ ഉള്ളതൊക്കെ നമ്മൾ പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രമേ അൺലോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതിനകത്ത് തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് കാർട്ടൂണുകൾ ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾ ഏതാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് ഓഡിയോ കമ്പനി തന്നെ തരുന്നുണ്ട്. നമുക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഓഡിയോ കൊടുക്കണമെങ്കിൽ ഇവിടെ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊന്ന് ഷോ ആവും. നമുക്ക് പ്രിവ്യൂ കാണിച്ചു തരുന്നതാണ്. ജസ്റ്റ് അത് എക്സിറ്റ് പോവാം. ഓക്കെ, ഇപ്പോൾ ഈ 2 കഥാപാത്രങ്ങൾക്കും ഓഡിയോ കൊടുക്കേണ്ട ഓപ്ഷനാണ്. ജസ്റ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളുടെ മൈക്രോഫോൺ ആക്സസ് കൊടുക്കാം. ഹായ്, എന്തുണ്ട് വിശേഷം? നിനക്ക് സുഖമല്ലേ? നിന്നെ കാണാഞ്ഞിട്ട് ഒരുപാട് നാളായി കേട്ടോ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഓഡിയോ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആൾ മറുപടി പറയുന്നത്, ഞാനെവിടെ പോകാനാടാ, ഞാനിവിടൊക്കെ തന്നെ ഉണ്ട്, നിന്നെയല്ലേ കാണാത്തത്. ഓക്കെ, രണ്ടാളുടെയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഹായ്, എന്തുണ്ട് വിശേഷം? നിനക്ക് സുഖമല്ലേ? നിന്നെ കാണാനിട്ട് ഒരുപാട് നാളായി കേട്ടോ. ഞാനെവിടെ പോകാനാടാ, ഞാനിവിടെ തന്നെ ഉണ്ട്, നിന്നെയല്ലേ കാണാത്തത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഓഡിയോ സെറ്റ് ചെയ്യുന്നതാണ്. ഇനി റിയാക്ഷനും എക്സ്പ്രഷനും ഒക്കെ മാറണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴും ഇതുപോലൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് അതൊന്ന് എക്സിറ്റ് പോയാൽ മതി. ഇനി നിങ്ങൾക്ക് ആരുടെ റിയാക്ഷനാണ് മാറ്റേണ്ടത് ജസ്റ്റ് അയാളെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ കണ്ണ് നോട്ടം അങ്ങോട്ട് മാറ്റണോ ഇങ്ങോട്ട് മാറ്റണോ എല്ലാം പറ്റും. ഇനി നമുക്ക് ആൾ എങ്ങനെ നിൽക്കേണ്ടത് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. നമുക്ക് ആ ടൈപ്പിലേക്ക് ക്ലിക്ക് ചെയ്താൽ അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കും. ഫോണിൽ വിളിക്കുന്നതാണെങ്കിൽ ഇവിടെ ഫോൺ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നതാണെങ്കിൽ ആ ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷന്, ഇനി പഞ്ച് ചെയ്യുന്നതാണെങ്കിൽ ഇത് അടിക്കുന്നതായിട്ടുള്ളതാണെങ്കിൽ അടിക്കുന്നതായിട്ട്, അങ്ങനെ നമുക്ക് കരയുന്നതായിട്ട് എന്ത് വേണമെങ്കിലും ഒരാളുടെ റിയാക്ഷൻ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ അയാളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളത് നമ്മൾ കാർട്ടൂൺ അനുസരിച്ചിട്ട് കാർട്ടൂൺ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇവരുടെ റിയാക്ഷൻ മാറ്റാം. ഇതുപോലെ പല രീതിയിൽ ഇവിടെ നമുക്കതിൻ്റെ റിയാക്ഷൻ മാറ്റാവുന്നതാണ്. നമുക്ക് തന്നെ മാനുവലായിട്ട് എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാർട്ടൂണും ഒരുപോലെ ആവില്ല. അതുപോലെ തന്നെ നമുക്കിനി ഓഡിയോ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഓഡിയോ ആഡ് ചെയ്യുക. അതായത് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒക്കെ മ്യൂസിക് എല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളത് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കൂടുതൽ ഫീച്ചർ വേണമെങ്കിൽ നിങ്ങൾ പ്രീമിയം പർച്ചേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മൂഡഡ് വേർഷനൊക്കെ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും ഈ ആപ്ലിക്കേഷനുള്ളിൽ പറഞ്ഞു തരാനുള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരയ്ക്കും ഗുഡ് ബൈ.